നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാ വിമൽ. നമ്മുടെ കുട്ടികളിലും മുതിർന്നവരെ പോലെ തന്നെ ഫാറ്റി ലിവർ പ്രശ്നം കൂടി വരികയാണ്. കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞുങ്ങളുടെ ലിവർ സെൽസിൽ കൊഴുപ്പ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് അടിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പീഡിയാട്രിക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഈ ഒരു പ്രശ്നം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാത്ത പക്ഷം ലിവറിൽ ഈ ഒരു കൊഴുപ്പ് അടിയുന്നത് കൊണ്ട് ഫാറ്റി ലിവർ എന്ന അവസ്ഥ പ്രോഗ്രസ് ചെയ്തിട്ട് ലിവറിൽ ഫൈബ്രോസിസ്, സിറോസിസ് ഒക്കെ ഭാവിയിൽ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ പ്രശ്നം സാധാരണയായി കണ്ടുവരുന്നത് അമിതവണ്ണമുള്ള കുട്ടികളിൽ, ബോഡി മാസ് ഇൻഡെക്സ് കൂടിയ കുഞ്ഞുങ്ങളിൽ, അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കൂടി വ്യായാമം ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും ജങ്ക് ഫുഡ്സ് ധാരാളം കഴിക്കുന്നവർ, അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നവർ, ഭക്ഷണത്തിൽ അമിതമായ ഉപ്പും മധുരവും പ്രത്യേകിച്ചും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള, ഹൈ ഫ്രക്ടോസ് കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. പക്ഷേ മറ്റ് കാരണങ്ങൾ പീഡിയാട്രിക് ഫാറ്റി ലിവർ കണ്ടീഷനും ഉണ്ട്. അതായത് മെറ്റബോളിക് ഡിസീസസ്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, ഹൈപ്പോതൈറോയിഡിസം, അങ്ങനെ ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ് ബി, സി, അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. പക്ഷേ പ്രധാനമായും നമ്മൾ പീഡിയാട്രിക് ഫാറ്റി ലിവർ കണ്ടുവരുന്ന കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞവയാണ്. കുഞ്ഞുങ്ങളിൽ പ്രധാനമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതവണ്ണമുള്ള കുട്ടികളുടെ വയറിൽ കൊഴുപ്പടിഞ്ഞിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ കറുപ്പ് കാണും, വയറുവേദന, വയറിന് അസ്വസ്ഥത, അമിതമായ ക്ഷീണമൊക്കെ കാണും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് പരിശോധനയിൽ മനസ്സിലാക്കാൻ പറ്റും. ജീവിതശൈലി നിയന്ത്രിക്കുകയാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്.